അപ്പോൾ ഞാനും മിന്നുട്ടിയും കൂടെ ഇന്ന് ഭയങ്കര എളുപ്പത്തിൽ ഒരു മാഗി ഉണ്ടാക്കാൻ പോവാണേ. ആദ്യം ഞങ്ങൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അടുപ്പയിൽ വെച്ച് കേട്ടോ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് കണ്ടപ്പോൾ മിന്നുട്ടി പഞ്ചസാരയാണെന്ന് പറഞ്ഞ് വാതുറന്നു. അങ്ങനെ മാഗിക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 3 ബീൻസും 1 ക്യാരറ്റും 1 സവാളയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തു കേട്ടോ. മിന്നുട്ടിക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് ക്യാരറ്റൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്ന ഇഷ്ടം കേട്ടോ, അവൾ കഴിച്ചോളും. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് കടു വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കടു വറുത്തെടുത്തതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ പച്ചക്കറിയും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ മാഗി മസാലയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാഗിയും കൂടെ അതിനകത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലിട്ട് ഈ മാഗി നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മസാല വെള്ളത്തിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മാഗി വെന്തിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എളുപ്പവഴിക്ക് ഉണ്ടാക്കുന്ന രീതി കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ മിന്നുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.